എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷൻ, എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഭാഗത്തെ കുറച്ച് ആശയങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓരോ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അത് എങ്ങനെ നമുക്ക് ഒരു ഗ്രാഫിൻ്റെ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ദേ ആർ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എവരി എക്കണോമി ഫേസസ് എക്കണോമിക് പ്രോബ്ലം ബിക്കോസ് ഓഫ് ദ ലിമിറ്റഡ് റിസോഴ്സസ്. ഓരോ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. വിഭവങ്ങൾ, ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങൾ വളരെ പരിമിതമായതുകൊണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ എങ്ങനെ ഗ്രാഫിൻ്റെ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം? ഗ്രാഫ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ദ കർവ് ഓഫ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഗിവൺ ടെക്നോളജി. Production possibility curve or frontier is the curve which shows all possible combinations of different goods and services that an economy can produce with available resources and given technology. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ സാധന സേവനങ്ങളുടെ സംയോഗങ്ങളുടെ പോയിന്റുകളെ യോജിപ്പിച്ചു കൊണ്ടുവരുന്ന വക്രത്തിനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ആൻ എക്കണോമി ഹാവ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ലിമിറ്റഡ് റിസോഴ്സസ്. ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ വസ്തുക്കളുടെ, സാധന സേവനങ്ങളുടെ സംയോഗങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമാണ്. പക്ഷേ എല്ലാ കോമ്പിനേഷനുകളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം വിഭവങ്ങൾ പരിമിതമാണ്. വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് എല്ലാ സംയോഗങ്ങളും, സാധന സേവനങ്ങളുടെ സംയോഗങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. ആയതിനാൽ ഏതെങ്കിലും കോമ്പിനേഷൻ, അനുയോജ്യമായ കോമ്പിനേഷൻ എക്കണോമി സെലക്ട് ചെയ്യുന്നു. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഗ്രാഫിലൂടെ അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായും ചില അസംഷൻസ് നമുക്ക് എടുക്കേണ്ടി വരുന്നു. അതിലൊന്ന്, an economy produces only two commodities. Here we take the production of corn and cotton. ധാന്യം, ചോളം അല്ലെങ്കിൽ കോട്ടൺ, പരുത്തി. കോട്ടണും പരുത്തിയും ഉൽപ്പാദനം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ, സംയോഗങ്ങൾ എക്കണോമിയിൽ ലഭ്യമാണ്. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കണം എന്നത് ഒരു സമ്പദ് വ്യവസ്ഥ തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. കൺസിഡർ ആൻ എക്കണോമി വിച്ച് പ്രൊഡ്യൂസസ് കോൺ ആൻഡ് കോട്ടൺ ബൈ യൂസിങ് ഇറ്റ്സ് ലിമിറ്റഡ് റിസോഴ്സസ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, in the table shows different combinations of goods and services
Here we take only two goods, corn and cotton. കോണും കോട്ടണുമാണ് എക്കണോമി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ വ്യത്യസ്തമായ സംയോഗങ്ങളാണ് പട്ടികയാണ് തന്നിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. എ മുതൽ എഫ് വരെയുള്ള കോമ്പിനേഷനുകളാണ് സമ്പദ്വ്യവസ്ഥയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. സമ്പദ്വ്യവസ്ഥയുടെ മുഴുവൻ വിഭവങ്ങളും വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത്രയും കോമ്പിനേഷനുകൾ ലഭ്യമാണ്. Look at the table. We can see there are different combinations of goods and services. Here, corn and cotton. There are different combinations of corn and cotton that an economy can produce with the available resources and or fuller utilization of resources. If an economy chooses combination A, economy can produce 0 units of corn and 15 units of കോട്ടൺ. സമ്പദ് വ്യവസ്ഥ വിഭവങ്ങൾ മുഴുവൻ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ 15 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാം. അതേസമയം കോൺ 1 യൂണിറ്റും ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. അത് കോമ്പിനേഷൻ എ അല്ലെങ്കിൽ സംയോഗം എ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 15 യൂണിറ്റ് കോട്ടൺ നിർമ്മിക്കാം. അതേസമയം ധാന്യങ്ങൾ അല്ലെങ്കിൽ ചോളം ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. ഇനി അടുത്ത കോമ്പിനേഷൻ ബി, സി, ഡി, ഇ, എഫ് കോമ്പിനേഷനുകൾ ലഭ്യമാണ്. ഇൻ ദിസ് കോമ്പിനേഷൻ ഇഫ് എക്കണോമി സെലക്ട് കോമ്പിനേഷൻ എഫ് at that time economy can produce 5 units of corn and 0 units of cotton. 5-0 is the combination with the by using their resources in the economy. Between these combinations B, C, D, E, economy can produce different levels of corn and cotton. Economy can choose any combination with the available resources according to the needs of the society. Then economy cannot produce all units together because of the limited resources. എല്ലാ വസ്തുക്കളും കോണും കോട്ടണും മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ എക്കണോമിക്ക് കഴിയില്ല. കാരണം പരിമിതമായ വിഭവങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും കോമ്പിനേഷൻ മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ടേബിളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തൊട്ട് അടുത്ത് കാണാം. ഇതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. എങ്ങനെ എക്കണോമി ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുന്നു, സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഉൽപ്പന്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഹൗ ദ എക്കണോമി അലോക്കേറ്റ് ദ റിസോഴ്സസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. എക്കണോമി ക്യാൻ അലോക്കേറ്റ് മോർ റിസോഴ്സസ് ഫോർ കോട്ടൺ. Economy cannot produce corn. Or if economy produces 1 unit of corn, then economy give up 1 unit of production of cotton. കോൺ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കോട്ടൻ്റെ അളവ് 1 യൂണിറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ കോമ്പിനേഷൻ മാറുമ്പോൾ ബിയിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ 2 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാം. ആ സമയത്ത് 12 യൂണിറ്റാണ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. 2 യൂണിറ്റ് പിന്നെയും വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ അവസാനം എഫ് കോമ്പിനേഷനാണ് എടുക്കുന്നതെങ്കിൽ എക്കണോമിക്ക് 5 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കാം. അതേസമയം കോട്ടൺ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ടേബിൾ ഫോമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതിന് തൊട്ടടുത്തായി ഗ്രാഫിക്കൽ ഫോം ഉണ്ട്. ഈ ടേബിളിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുന്നു. ഒരു എക്കണോമിയുടെ പ്രൊഡക്ഷൻ ഉൽപ്പാദന സാധ്യതകൾ എന്ന് പറയുന്നത് it is a set of all combinations of different goods and services that an economy can produce with the available resources and given technology. Production possibility set is the set of all combinations of goods and services that the economy can produce with the available resources and given technology. The graphical representation of production possibility set is called as production possibility curve. അതാണ് തൊട്ടടുത്ത
ടേബിളിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്തമായ കോമ്പിനേഷനുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇഫ് എക്കണോമി പ്രൊഡ്യൂസസ് 1 unit of corn, at that time economy can produce only 14 units of cotton, etc. ആ രീതിയിലാണ് കോമ്പിനേഷൻ വരുന്നത്. കൂടാതെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എങ്ങനെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സമ്പദ്വ്യവസ്ഥ തങ്ങളുടെ വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ എങ്ങനെ സാധന സേവനങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ ഗ്രാഫിലൂടെ അവതരിപ്പിക്കുന്നു എന്നാണ് കണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോ എക്കണോമിയും അഭിമുഖീകരിക്കുന്നു, അത് എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. ഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. എവറി എക്കണോമി ഫേസസ് സെൻട്രൽ പ്രോബ്ലംസ്. ദ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ആർ ദ economic activities of the economy. Production, exchange and consumption are the some of the economic activities of the economy. Then, in which every society faces a scarcity of resources. Every society have limited resources to satisfy the needs of the people. So the economy goes to solve or determine which commodity to produce or how to allocate the resources for the needs of the society, or economy moves to the problem of choice. സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ ഓരോ സമ്പദ്വ്യവസ്ഥയും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോ എക്കണോമിയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓരോ സമ്പദ്വ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പാദനം, കൈമാറ്റം, ഉപഭോഗം എന്നിവയാണ്. ഉൽപ്പാദനം, കൈമാറ്റം, ഉപഭോഗം എന്നിവയാണ്. കൂടാതെ ഓരോ സമ്പദ്വ്യവസ്ഥയും വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. ഓരോ സമ്പദ്വ്യവസ്ഥയിൽ വിഭവങ്ങൾ പരിമിതമാണ്. യഥേഷ്ടം വിഭവങ്ങളില്ല, പരിമിതമായ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് വേണം മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ. ഉൽപ്പാദനം, കൈമാറ്റം, ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താം. അതുകൊണ്ട് തന്നെ ഓരോ സമ്പദ്വ്യവസ്ഥയും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഏത് വസ്തു ആദ്യം ഉൽപ്പാദിപ്പിക്കണം എന്ന രീതിയിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അഥവാ ചോയ്സ് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. An economy can solve central problems either free interaction of individuals in a market or planned manner by a central authority. കമ്പോളത്തിൽ വ്യക്തികളുടെ സ്വതന്ത്രമായ വ്യവഹാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. കൂടാതെ ഒരു സെൻട്രൽ അതോറിറ്റി, ഒരു കേന്ദ്രീകൃത സംവിധാനം തീരുമാനിക്കുന്ന ആസൂത്രണത്തിലൂടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാം. എക്കണോമി ക്യാൻ സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് എയ്തർ ഫ്രീ ഇൻറ്ററാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ മാർക്കറ്റ് ഓർ ബൈ എ പ്ലാൻഡ് മാനർ ഇൻ എ സെൻട്രൽ അതോറിറ്റി ഓർ ഗവൺമെൻറ്. നമ്മൾ കണ്ടു there are 3 types of economic system. What are they? Capitalist economy, socialist economy and mixed economy. Capitalist economy, socialist economy and mixed economy. ഈ 3 സമ്പദ് വ്യവസ്ഥകളാണ് പ്രധാനമായും നമുക്ക് നിലവിലുള്ളത്. ഈ 3 സമ്പദ് വ്യവസ്ഥയിലും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുന്നു. എങ്ങനെ ഓരോ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു, പരിഹരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അടിസ്ഥാന പ്രശ്നങ്ങളായ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എക്സെട്ര. ഹൗ ദീസ് എക്കണോമിക് സിസ്റ്റം സോൾവ്ഡ് in the with the available resources. Every economy required to allocate the resources with the available limited resources. How to allocate the resources for the satisfaction of
the people in that economy. Then we can check how a centrally planned economy or socialist economy solves the central problems. ഓരോ സമ്പദ്വ്യവസ്ഥയും എങ്ങനെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതിൽ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നതാണ്. സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ ഇൻ ദ സോഷ്യലിസ്റ്റ് എക്കണോമി ഗവൺമെൻറ് കൺട്രോൾസ് ദ എൻ്റയർ മാർക്കറ്റ്. ഗവൺമെൻറ് ആണ് അവിടെയുള്ള മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഡിസൈഡ്സ് the major activities in the economy. Government or central authority decides all the economic activities in the economy. The production, exchange and consumption are the economic activities in the economy. These are made by the government through planning. Government take the decision production, exchange and consumption activities through planning. Planning is the method used by the government or central authority in the socialist economy for solving the central problems: what to produce, how to produce and for whom to produce. രാജ്യത്തെ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ അതോറിറ്റിയാണ്. പ്ലാനിങ് എന്ന മെത്തേഡിലൂടെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നത്. പ്ലാനിങ് എന്ന മെത്തേഡ്. ദെൻ ഇൻ ദ സെൻട്രലി പ്ലാൻഡ് എക്കണോമി ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദ പ്രോസ്പെരിറ്റി ആൻഡ് വെൽബീങ് ഓഫ് ദ സൊസൈറ്റി ഓർ പീപ്പിൾ ഓഫ് ദ എക്കണോമി. സമൂഹത്തിലെ അല്ലെങ്കിൽ സമ്പദ്വ്യവസ്ഥയിലെ ജനങ്ങളുടെ അഭിവൃദ്ധിയാണ്, ക്ഷേമമാണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിലെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ലക്ഷ്യമെന്ന് പറയുന്നത് പബ്ലിക് വെൽഫെയറാണ്. പബ്ലിക് വെൽഫെയർ. ദീസ് ആർ ദ ഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ബൈ സോഷ്യലിസ്റ്റ് എക്കണോമി ഓർ സെൻട്രലി പ്ലാൻഡ് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമി. ദെൻ ഗോയിങ് ടു മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമി അതർവൈസ് കോൾഡ് ആസ് മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഓർ ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ദ പ്രൈവറ്റ് ഫേംസ് കൺട്രോൾസ് ദ എൻ്റയർ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ എക്കണോമി. സമ്പദ്വ്യവസ്ഥയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കമ്പോളത്തിലൂടെ സ്വകാര്യ സംരംഭകരാണെങ്കിൽ അത്തരം സമ്പദ്വ്യവസ്ഥകളാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുക. Production, exchange and consumption. The decision regarding production, consumption, exchange, etc. are taken by the private firms in the market through price mechanism. Price mechanism or market mechanism. വില സംവിധാനം അല്ലെങ്കിൽ കമ്പോള സംവിധാനം എന്ന സംവിധാനത്തിലൂടെയാണ് ഉൽപാദന, കൈമാറ്റ, ഉപഭോഗ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ സ്വകാര്യ സംരംഭകർ കമ്പോളത്തിലൂടെ തീരുമാനിക്കപ്പെടുന്നത്. കമ്പോള സമ്പദ്വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയിൽ സ്വകാര്യ സംരംഭകരാണ് ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിലെ മെത്തേഡ് എന്ന് പറയുന്നത്, രീതി എന്ന് പറയുന്നത് വില സംവിധാനം അല്ലെങ്കിൽ കമ്പോള സംവിധാനം എന്ന് പറയും. ദെൻ ഇൻ ദ മാർക്കറ്റ് എക്കണോമി the private firms, main objective of the private firms for all the activities mainly for the profit maximization, not the welfare, profit maximization. പരമാവധി ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് ഉൽപാദന പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടു സോഷ്യലിസ്റ്റ് എക്കണോമിയിലും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലും എങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് ഫേംസ് ത്രൂ പ്രൈസ് മെക്കാനിസം, വില സംവിധാനത്തിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. വില സംവിധാനം എന്ന് പറയുന്നത് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഡിറ്റർമൈൻഡ് ഇൻ ദ മാർക്കറ്റ് ബൈ മാർക്കറ്റ് ഫോഴ്സസ് സച്ച് ആസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റീസ്. വില സംവിധാനം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ചോദന പ്രധാന ശക്തികൾ ചേർന്ന് ആണ് അതിൻ്റെ വില അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത്. വസ്തുക്കളുടെ ചോദന പ്രധാന സംവിധാനങ്ങളാണ്, ശക്തികളാണ്. ഇതിനെയാണ് നമ്മൾ വില സംവിധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പോള സംവിധാനം എന്ന് പറയുന്നത്. ദെൻ മിക്സഡ് എക്കണോമി, മറ്റൊരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്? മിക്സഡ് എക്കണോമിയിൽ പ്രധാനമായും മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത് രണ്ട് സമ്പദ് വ്യവസ്ഥകളുടെയും നന്മകൾ കൂടിച്ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിക്സഡ് എക്കണോമി ഇസ് ദ മിക്സ് ഓഫ് ബോത്ത് മാർക്കറ്റ് എക്കണോമി ആൻഡ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി ഓർ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെയും നന്മകൾ ചേർന്നുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇൻ ദ മിക്സഡ് എക്കണോമി മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ത്രൂ പ്ലാനിങ്. പരമപ്രധാനമായ മേഖലകൾ, ഉൽപ്പാദന മേഖലകൾ അല്ലെങ്കിൽ കൈമാറ്റ ഉപഭോഗ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റാണ്. എന്തിലൂടെ? പ്ലാനിങ്ങിലൂടെ. അതേസമയം ദ പ്രൈവറ്റ് ഫേംസ് ഓർ major part of the sectors controlled by private firms in the market through price mechanism. By and large, sectors controlled by private firms through price mechanism or market mechanism. ഭൂരിഭാഗം മേഖലകളും ഉൽപ്പാദന കൈമാറ്റ ഉപഭോഗ സംവിധാനങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് സ്വകാര്യ വ്യക്തികൾ കമ്പോളത്തിലൂടെയാണ്, കമ്പോള ശക്തിയിലൂടെയാണ്. അതായത് വില സംവിധാനം എന്ന പ്രക്രിയയിലൂടെയാണ് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന തീരുമാനം എടുക്കുന്നത് മാർക്കറ്റിലാണ്. ഇന്ന് കാണുന്ന മിക്കവാറും സമ്പദ് വ്യവസ്ഥകളെല്ലാം ഏറെക്കുറെ ഒരു മിക്സഡ് എക്കണോമിയുടെ രൂപമാണ്. അതിൽ സ്വകാര്യ വ്യക്തികളുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നതിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത്. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് തന്നിരുന്നു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി, അതിൻ്റെ കൂടെ ഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ബൈ ദീസ് 3 എക്കണോമിക് സിസ്റ്റം, അതും കൂടി കൂട്ടിച്ചേർത്ത് അസൈൻമെൻ്റായിട്ട് എഴുതുക. നെക്സ്റ്റ് we go to the concept. Every economy faces economic problems, unlimited wants, limited resources. Unlimited wants, limited resources. Unlimited wants and limited resources. So there are different mechanisms existed in an economy, every economy. Then economy chooses different ways to allocate the resources for production of different combinations of goods and services. നിലവിലുള്ള ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏത് കോമ്പിനേഷൻ സാധന സേവനങ്ങളുടെ ഏത് സംയോഗം തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ വഴികളാണ് ഓരോ സമ്പദ് വ്യവസ്ഥയിലുമുള്ളത്. ഓരോ വ്യത്യസ്തമായ സംവിധാനങ്ങളാണ് ഓരോ സമ്പദ് വ്യവസ്ഥയിലുമുള്ളത്. ആ നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് വ്യത്യസ്തമായ സാധന സേവനങ്ങളുടെ സംയോഗങ്ങൾ തിരഞ്ഞെടുക്കാം എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയും നോക്കുക. ഈ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 വ്യത്യസ്തമായ സാമ്പത്തിക വിശകലനങ്ങൾ ചർച്ച ചെയ്യാം. അത് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. വാട്ട് യു മീൻ ബൈ പോസിറ്റീവ് എക്കണോമിക്സ്? എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്? പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ ആൻ എക്കണോമി ദർ ആർ വേരിയസ് മെക്കാനിസം ഫങ്ഷൻസ് ഫോർ സോൾവിങ് സെൻട്രൽ പ്രോബ്ലംസ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വ്യത്യസ്തമായ സംവിധാനങ്ങളാണ് ഓരോ സമ്പദ്വ്യവസ്ഥയിലുമുള്ളത്. ഈ സംവിധാനങ്ങൾ എങ്ങനെയിരിക്കും, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എക്കണോമിക്സ് സ്റ്റഡീസ് ഹൗ ദ ഡിഫറൻറ്റ് മെക്കാനിസം ഫങ്ഷൻസ് ഇൻ ആൻ എക്കണോമി. ഹൗ ദ ഡിഫറൻറ്റ് മെക്കാനിസം ഫങ്ഷൻസ് ഇൻ ആൻ എക്കണോമി. എങ്ങനെ ഒരു സമ്പദ്വ്യവസ്ഥയിൽ വ്യത്യസ്ത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ്. In other words, it can be also analyze cause and effect relationship of the economic activity. Positive economics is referred to as cause and effect relationship of the economic activity. Cause and effect relationship of the economic activity. ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നു. അതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നു. Then it arises the question of what is. വ്യത്യസ്തമായ സംവിധാനങ്ങൾ നിലനിൽക്കുന്നു, അത് എങ്ങനെയാണ്, എന്താണ് എന്ന ചോദ്യം ഉയർത്തുന്ന സാമ്പത്തിക ആശയങ്ങളെയാണ് നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുക. കാര്യകാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സാമ്പത്തിക ആശയത്തെ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നു. കൂടാതെ ഒരു സമ്പദ്വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നതിനെയും പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നു. എന്താണ് എന്ന ചോദ്യം ഉയർത്തുന്ന എല്ലാ സാമ്പത്തിക ആശയങ്ങളെയും പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയും. ഓൺ ദ അതർ ഹാൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് in the normative economics which studies how these different mechanism or whether these different mechanism desirable or not, whether the mechanism available in the economy desirable or not. Positive economics says that how the different mechanism functions in an economy. Normative economics analyzes whether these mechanism desirable or not. നിലവിലുള്ള സംവിധാനം സക്സസ് ആണോ ഫെയിലർ ആണോ, വെദർ ദീസ് മെക്കാനിസം സക്സസ് ഓർ ഫെയിലർ, ഫേവറബിൾ ഓർ അൺഫേവറബിൾ എന്ന് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് നോർമാറ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് സ്റ്റഡീസ് ദ വാല്യൂ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി. വാല്യൂ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത്, മൂല്യനിർണ്ണയത്തെയാണ് നമ്മൾ പറയുന്നത് നോർമാറ്റീവ് എക്കണോമിക്സ്. മൂല്യം നടത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത് നോർമാറ്റീവ് എക്കണോമിക്സ്. ഇറ്റ് arises the question of what ought to be. It arises the question of what ought to be. Normative economics arises the question of what ought to be. എന്തായിരിക്കും എന്ന് ചോദ്യമുയർത്തുന്ന സാമ്പത്തിക ആശയങ്ങളാണ് നമ്മൾ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുക. നോർമാറ്റീവ് എക്കണോമിക്സ്. These are the difference between positive economics and normative economics. പോസിറ്റീവ് എക്കണോമിക്സും നോർമാറ്റീവ് എക്കണോമിക്സും എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പോസിറ്റീവ് എക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് or studies how the different mechanism functions in an economy. Normative economics studies whether this mechanism desirable or not. The government implemented many programs and policies. For example, poverty alleviation programs. Government initiated many poverty alleviation programs like 100 days of work, employment guarantee programs. Government initiated employment guarantee program for reducing poverty. Whether this program success or failure, that is a normative economics. Government initiated employment guarantee program, that is called as positive economics. Then going to last part in the introduction chapter, microeconomics and macroeconomics. What is microeconomics and
economics. Microeconomics is a study of microeconomics and macroeconomics are the branches of economics. In microeconomics, which studies individual unit of an economy, On the other hand, macroeconomics is another branch of economics which studies aggregate units of an economy. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഒരു വ്യക്തിഗത യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ ഭാഗം പഠിക്കുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നു. അതേസമയം ഒരു സമ്പദ് വ്യവസ്ഥയെ ഒന്നാകെ പഠിക്കുകയാണെങ്കിൽ അതിനെ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നു. Then the microeconomics derived from Greek word micros, which means small. Macroeconomics is also derived from Greek word macros, which means large. For example, if we study a particular unit, example study of a tree, ഒരു മരത്തെക്കുറിച്ച് പഠിക്കുന്നു, അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇഫ് യു സ്റ്റഡീസ് ട്രീസ് ഇൻ എ ഫോറസ്റ്റ്, മരങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ്. ദെൻ മൈക്രോ എക്കണോമിക്സ് ജനറലി narrow concept. It is a narrow concept. We can go to the difference between microeconomics and macroeconomics. Microeconomics derived from Greek word micros, which means small. Macroeconomics derived from Greek word macros, which means large. Microeconomics, second one, microeconomics is an individual study of an economy. ഒരു വ്യക്തിഗത പഠനമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് മാക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അഗ്രിഗേറ്റ് യൂണിറ്റ്സ് ഓഫ് എൻ എക്കണോമി. സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ യൂണിറ്റുകളെ കുറിച്ചും പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. തേർഡ് വൺ, മൈക്രോ എക്കണോമിക്സ് ഈസ് എ നാരോ കൺസെപ്റ്റ്. ഒരു ഇടുങ്ങിയ കൺസെപ്റ്റാണ് മൈക്രോ എന്ന് പറയുന്നത്. ബട്ട് മൈക്രോ എക്കണോമിക്സ് ഈസ് എ ബ്രോഡ് കൺസെപ്റ്റ്. അതൊരു വലിയ ആശയമാണ് മാക്രോ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് ഈസ് കൺസിഡേർഡ് ആസ് വാംസ് ഐ വ്യൂ ഓൺ എക്കണോമിക്സ്. ഒരു ചെറു പ്രാണിയുടെ സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എക്കണോമിക്സിനെ ഒരു ചെറു ജീവിയുടെ കാഴ്ചപ്പാടിനോടാണ് മൈക്രോ എക്കണോമിക്സ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സ് കൺസിഡേർഡ് ആസ് ബേർഡ്സ് ഐ വ്യൂ ഓൺ എക്കണോമിക്സ്. ഒരു പക്ഷിയുടെ കാഴ്ചപ്പാടിനോടാണ് മൈക്രോ എക്കണോമിക്സ് താരതമ്യം ചെയ്തിരിക്കുന്നത്. Then next difference, microeconomics analyzes partial equilibrium, only partial equilibrium, but macroeconomics explains general equilibrium analysis. These are the difference between microeconomics and macroeconomics. Then microeconomics is also called as price theory or demand theory, etc. മൈക്രോഎക്കണോമിക്സ് അറിയപ്പെടുന്നത് പ്രൈസ് തിയറി, വില സിദ്ധാന്തം അല്ലെങ്കിൽ ഡിമാൻഡ് സിദ്ധാന്തം എന്നൊക്കെയാണ് മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുക. അതേസമയം മാക്രോ എക്കണോമിക്സ് ഇൻകം തിയറി, എംപ്ലോയ്മെൻറ്റ് തിയറി എന്നീ രീതിയിലാണ് അറിയപ്പെടുക. അപ്പോൾ പ്രൈസ്, ഇൻഡിവിജ്വൽ പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ ഇതൊക്കെ മൈക്രോ കൺസെപ്റ്റാണ്. ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ടോട്ടൽ ഔട്ട്പുട്ട്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ഇതൊക്കെ മാക്രോ എക്കണോമിക് കൺസെപ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിൽ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ അത് സാമ്പത്തിക പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരു ഫേമിന് അല്ലെങ്കിൽ എക്കണോമിക്ക് വഹിക്കേണ്ടി വരുന്നു. എല്ലാ ഉൽപ്പന്നങ്ങളും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാൻ, എല്ലാ കോമ്പിനേഷനും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഒരു
കോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഒരു യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു യൂണിറ്റ് കോട്ടൺ അല്ലെങ്കിൽ നിശ്ചിത യൂണിറ്റ് കോട്ടൺ ഉപേക്ഷിക്കേണ്ടി വരും. ഈ ഉപേക്ഷിക്കേണ്ടി വരുന്ന കോട്ടൻ്റെ ചെലവിനെയാണ് നമ്മൾ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ഫോർ പ്രൊഡ്യൂസിങ് എ ഗുഡ് ഈസ് കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതുകൂടി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഭാഗമായി മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, എങ്ങനെ 3 വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകൾ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. അവസാനം പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് 2 ഹെഡിങ്ങിൽ എഴുതി അതിന് ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അതൊരു അസൈൻമെൻ്റായിട്ട് എഴുതുക. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതോടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.